സ്പോർട്സ് പിച്ച് പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരായി കളിച്ച ഇന്നിങ്സിനെ കുറിച്ച് ക്രിക്കറ്റ് അനലിസ്റ്റുകളും ആരാധകരും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 52 പന്തിൽ 87 റൺസ് എന്നുള്ളത് സെഞ്ചുറിയേക്കാൾ വലുതായിരുന്നുവെന്നും IPL തന്നെ ഒരു ബാറ്റ്സ്മാന്റെ ഏറ്റവും മികച്ച സെൻസിബിൾ ഇന്റലിജന്റ് ഇന്നിങ്സ് ആണെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒട്ടാകെ പറയുന്നത്. ക്രിക്കറ്റ് അനലിസ്റ്റുകൾ സഞ്ജുവിന്റെ ആ ഒരു ക്ലാസ്, ആ ഒരു പേഷ്യൻസ്, ആ ഒരു മെന്റാലിറ്റി, മൈൻഡ് സെറ്റ് എല്ലാം അനലൈസ് ചെയ്യുകയാണ്. പുതുതായിട്ട് വരുന്ന ഓരോ ബാറ്റ്സ്മാൻമാർക്കും എത്തരത്തിലാണ് സഞ്ജു മാതൃകയാവുന്നതെന്ന് അവർ ഈ ഇന്നിങ്സ് മോഡലാക്കി വെച്ച് പറയുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാവരും വാഴ്ത്തിപ്പാടുന്നതിനിടയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അപ്രിസിയേഷൻ വന്നിരിക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ച് തന്നെ സഞ്ജു സാംസണിന്റെ ഇന്നിങ്സിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ്. അവരുടെ കൈകളിൽ നിന്ന് വിജയം തട്ടിയെടുത്തത് സഞ്ജു സാംസൺ ആണ് എന്നാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ചായിട്ടുള്ള ഹേമന്ത് ബദാനി പറയുന്നത്. സഞ്ജു സാംസൺ ഔട്ടാവാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജാഗരൂകരായിരിക്കണം. കാരണം പവർ പ്ലേക്ക് ശേഷം സഞ്ജു സാംസണിനെ ഔട്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആ ടീം തന്നെ വേറൊരു തലത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. CSKക്ക് എത്ര വലിയ സ്കോറും വളരെ നിസ്സാരമാകുന്ന കാഴ്ച. സഞ്ജു സാംസന്റെ ചുമലിലേറി ഏതു വലിയ ഒരു ഹൈ സ്കോറും സഞ്ജു നിൽക്കുന്നുണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അടിച്ചെടുക്കും എന്നുള്ളൊരു ധൈര്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഹേമന്ത് ബദാനി പറയുന്നത് സഞ്ജു സാംസണിനെ പവർ പ്ലേക്ക് മുമ്പ് ഔട്ടാക്കിയില്ലെങ്കിൽ മൊത്തത്തിലുള്ള കളി സഞ്ജു കൊണ്ടുപോകും. എതിർ ടീമിന്റെ കൈകളിൽ നിന്ന് പിന്നെ കളി സഞ്ജു കൊണ്ടുപോകും. വെറുതെ അല്ല അദ്ദേഹത്തിന് വേൾഡ് കപ്പ് അടിച്ചു കൊടുക്കാൻ സാധിച്ചതും മാൻ ഓഫ് ദ സീരീസ് ലഭിച്ചതും എന്നാണ് ഹേമന്ത് ബദാനി പറയുന്നത്. സഞ്ജു ഒരു ക്ലാസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന് വെറുതെ അല്ല വേൾഡ് കപ്പിൽ മാൻ ഓഫ് ദ സീരീസ് കൊടുത്തത്. ഇന്ത്യ ഉറപ്പായും തോൽക്കുമെന്നൊരു ഘട്ടത്തിൽ ഇന്ത്യയെ 3 കളികളിൽ അടുപ്പിച്ച ഫോമായി വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ലോകകപ്പിന്റെ ശില്പിയായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് സഞ്ജു സാംസൺ. അല്ലെങ്കിൽ ആ ലോകകപ്പ് ഇന്ത്യക്ക് ഒരു സ്വപ്നം മാത്രമാകുമായിരുന്നു. സൗത്ത് ആഫ്രിക്കക്കെതിരെ തോറ്റിരുന്ന ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ സഞ്ജു സാംസൺ എങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ, ഇംഗ്ലണ്ടിനെതിരെ, അതുപോലെ തന്നെ ന്യൂസിലൻഡിനെതിരെ കളിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഹേമന്ത് ബദാനി ആ ഒരു മാച്ചിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഡൽഹി ക്യാപിറ്റൽസിന്റെ തോൽവിയെ പരാമർശിക്കുന്നത്. 87 റൺസ് എന്ന സഞ്ജുവിന്റെ ആ ഒരു അൺബീറ്റൻ ഇന്നിങ്സ് കാരണമാണ് തങ്ങൾക്ക് തോൽക്കേണ്ടി വന്നതെന്നും സഞ്ജു സാംസൺ വളരെ കൃത്യമായ മൈൻഡ് സെറ്റോടെയാണ് കളിച്ചത്. പ്രമുഖ ബോളർമാരായ മിച്ചൽ സ്റ്റാർക്ക്, എങ്കിഡി പോലുള്ളവരെ വളരെ റെസ്പെക്ട് ചെയ്ത് കളിച്ച സഞ്ജു അവരുടെ വളരെ മികച്ച പന്തുകളെ ശ്രദ്ധിച്ച് കളിക്കുകയും അല്ലാത്ത പന്തുകളെ ഡ്രൈവ് ചെയ്ത് 4 അടിക്കാൻ നോക്കുകയുമായിരുന്നു. അല്ലാതെ ഒരു മിസ് ഹിറ്റ് സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടില്ല. അത് ആ കോച്ച് എടുത്തു പറയുന്നുണ്ട്. അതായത് ക്രിക്കറ്റിനിടയിൽ തന്നെ കമന്ററിയിൽ ആളുകൾ ചോദിച്ചപ്പോൾ ഈ കോച്ച് പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ നിൽക്കുന്നത് അപകടകരമാണ്. സഞ്ജുവിന്റെ വിക്കറ്റ് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ സഞ്ജു കളി മൊത്തത്തിൽ ഞങ്ങളെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ ആ കളിക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സഞ്ജു സാംസൺ തങ്ങളുടെ ബോളേഴ്സിനെ നോക്കിയാണ് കളിച്ചത്. മിച്ചൽ സ്റ്റാർക്കിനെയും എങ്കിഡിയെയും വളരെ കരുതലോടെ കളിച്ചപ്പോൾ അതിനുശേഷം വന്ന അക്സർ പട്ടേലിനെ കുറച്ചുകൂടി കരുതലോടെ കളിക്കുകയും എന്നാൽ ചില ഷോട്ടുകൾ പായിക്കുകയും കുൽദീപ് യാദവിനെയും നടരാജിനെയും ഫോക്കസ് ചെയ്ത് ഹിറ്റ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു. ഒരു ദയവും ദാക്ഷിണ്യവും അവരോട് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ 10 റൺസിന് മുകളിലാണ് അവരുടെ റൺ റേറ്റ്. ആ ബോളേഴ്സിന്റെ നടരാജിനെയും അതുപോലെ തന്നെ കുൽദീപ് യാദവിനെയും കാര്യമായി സഞ്ജു തെരഞ്ഞു പിടിച്ചടിച്ചു. അപ്പോൾ ഇതെല്ലാം വളരെ സെൻസിബിൾ ആയിട്ടാണ് ആ കോച്ച് കാണുന്നത്. അദ്ദേഹം ഒരു ക്ലാസ് പ്ലെയർ ആണെന്നും ത്രൂ ഔട്ട് നിന്ന് അദ്ദേഹം ടീമിനെ ജയിപ്പിച്ചെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്തം മാതൃകയാണെന്നും ബദാനി പറയുന്നു. സത്യം പറഞ്ഞാൽ സാധാരണഗതിയിൽ എതിർ ടീമിന്റെ കോച്ച് ഇത്തരത്തിൽ ആരെയും അങ്ങനെ പുകഴ്ത്തി കാണാറില്ല. അവരുടെ കളിയെക്കുറിച്ചും മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും പറയുന്നതിന് പകരം ഒരു ആരാധകൻ സംസാരിക്കുന്ന പോലെയാണ് ഹേമന്ത് ബദാനി സംസാരിച്ചത്. അതായത് സഞ്ജുവിന്റെ ഒരു ആരാധകൻ സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതാണ് സഞ്ജുവിന്റെ പ്രത്യേകത. സഞ്ജു സാംസണിന് ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകരിലും അതുപോലെ തന്നെ മുൻ താരങ്ങളിലും ആരാധകരേറെയാണ്. സഞ്ജുവിന്റെ ആ ഒരു കളിയുടെ ആരാധകരാണ് എല്ലാവരും. സഞ്ജു സാംസൺ ഫോമായാൽ ഏത് ഷോട്ടും വളരെ ഈസിയായി സഞ്ജു കളിക്കുന്നത് പോലെ കാണാം.
ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ സഞ്ജുവിന്റെ ആ ഒരു സിക്സർ, ഒരു സ്പിന്നറെ, നമ്മുടെ കുൽദീപ് യാദവിനെയൊക്കെ സിക്സർ അടിച്ചത്. എത്ര അനായാസകരമായ ഷോട്ടുകളാണ് സഞ്ജു കളിക്കുന്നത്. അതുപോലെ സ്റ്റാർക്കിനെ ഡ്രൈവ് ചെയ്തത്, നടരാജനെ പറത്തിയത്, അക്സർ പട്ടേലിനെ നേരിട്ടത് എല്ലാം വളരെ മാതൃകാപരമായിരുന്നു. സഞ്ജുവിന്റെ വീക്ക് പോയിന്റ് സഞ്ജു ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അനാവശ്യ ഷോട്ടിന് മുതിരാതെ താൻ നിൽക്കേണ്ടത്, 2 വിക്കറ്റ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് തന്റെ വിക്കറ്റ് എത്രത്തോളം നിർണായകമാണെന്ന് മനസ്സിലാക്കി സഞ്ജു ആ കളി തുടക്കം മുതൽ അവസാനം വരെ സഞ്ജു ഗൈഡ് ചെയ്തു. സഞ്ജുവിന് വേണമെങ്കിൽ സെഞ്ചുറി പോലും അടിക്കാമായിരുന്നു. പക്ഷെ കാർത്തിക് ശർമ്മയ്ക്ക് വേണ്ടി ആ അവസരം സഞ്ജു മാറ്റിവെച്ച് ടീമാണ് വലുത് എന്നുള്ളൊരു ആ ഒരു മാനസികാവസ്ഥയിലേക്ക് സഞ്ജു എത്തുന്നത് തന്നെ എത്ര പക്വതയുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. പേഴ്സണൽ മൈൽ സ്റ്റോൺസ് അല്ല, ടീമിന്റെ ബാക്കിയുള്ള പ്ലെയേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു പറഞ്ഞത് സെഞ്ചുറികൾ സ്പെഷ്യലാണ് എങ്കിൽ കൂടിയും നല്ലൊരു രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്ന ബാറ്റ്സ്മാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഗിൾ ഇട്ട് തരൂ, ഞാൻ സെഞ്ചുറി അടിക്കട്ടെ എന്ന് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. അതാണ് സഞ്ജുവിന്റെ ക്വാളിറ്റി. എന്തായാലും ഡൽഹി ക്യാപിറ്റൽസിന്റെ കോച്ച് സഞ്ജുവിനെ വാഴ്ത്തിയത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. സഞ്ജു സാംസണിന്റെ കാലമല്ലേ ഈ 2026 വർഷം തന്നെ സഞ്ജു സാംസണിന്റെയാണ്. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. സഞ്ജു പറഞ്ഞതുപോലെ സെഞ്ചുറികൾ ഇനിയും അടിക്കാമല്ലോ, ഇനിയും മാച്ചുകൾ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം സെഞ്ചുറി അടിക്കുമോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? സഞ്ജു സാംസണിന്റെ തുടർന്നുള്ള ഇന്നിങ്സുകൾ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സഞ്ജു സാംസണിന് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.